കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ബെൻസ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കേന്ദ്രീയ വിദ്യാലയവും കൊച്ചിൻ പോർട്ട് വിദ്യാലയവും അടുത്തുള്ള സ്ഥലത്താണ് അപകടം ഉണ്ടായത്. ഡ്രൈവ് നടത്തുകയായിരുന്ന രണ്ട് മെഴ്സിഡസ് ബെൻസ് കാറുകളാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഡ്രൈവ് ചെയ്തിരുന്ന വനിതയ്ക്കും യുവാവിനും പരിക്കേറ്റു. യുവാവിന്റെ കാല് ഒടിഞ്ഞ നിലയിലായിരുന്നു. ഐലൻഡിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ പിന്നിൽ ഇടിച്ചതിന് ശേഷമാണ് ബെൻസ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് കാറിന്റെ പിൻഭാഗം തകർന്ന വ്യക്തി ന്യൂസ് ടുഡേയോട് പറഞ്ഞു. ഞാൻ ഈ ഐലൻഡിലോട്ട് വണ്ടിയിൽ പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചേർന്നാണ് പോയത്. അത് 3:10 എൻ്റെ വണ്ടിക്ക് വേറെ ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടി ലേഡി ഡ്രൈവ് ചെയ്തിരുന്നു. അവർ വന്ന് എൻ്റെ വണ്ടിക്കിട്ട് വന്ന് ഇടിച്ച് ഫ്രണ്ട് ഗ്ലാസ് മിറർ, പിന്നെ ഗ്ലാസ്, പിന്നെ ബാക്കിലെ ഇതെല്ലാം കൂടി പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് പുറകിലത്തെ വേറെ ഒരു ബെൻസിൻ്റെ കാറിൽ ചെന്ന് ഇടിച്ച് രണ്ട് കാറും പരിപൂർണമായിട്ട് നശിച്ചുപോയി. അവർ മോർ ദാൻ 200 കിലോമീറ്റർ സ്പീഡിലാണ് വന്നിരുന്നത്. അവർക്ക് കൺട്രോൾ കിട്ടിയില്ല. കൺട്രോൾ കിട്ടാതെയാണ് എൻ്റെ കാറിലോട്ട് വന്ന് ഇടിച്ചത്. 3 മണിക്കാണ് സ്കൂളിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ വിടുന്നത്. ആ സമയത്താണ് അവിടെ ടെസ്റ്റ് ഡ്രൈവ് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പിള്ളേർ സാധാരണ വഴിയിലോട്ട് കയറി നിൽക്കുന്നതായിരുന്നു. ആ കൃത്യസമയത്ത് പിള്ളേരില്ലായിരുന്നതുകൊണ്ട് വളരെ വലിയൊരു ആക്സിഡന്റ് ഒഴിവായി കിട്ടി. അല്ലായിരുന്നെങ്കിൽ അത് ഇതിലും വലിയൊരു ആക്സിഡന്റ് ആയിട്ട് മാറിയാണ്. അപകടകരമായ വിധത്തിൽ വാഹനങ്ങൾ ഓടിച്ച് മറ്റുള്ളവർക്ക് ഭീഷണിയായി തീർന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്സൺ ഡബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.